ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ സമവായനത്തിനുള്ള ശ്രമങ്ങളാണ് വേണ്ടതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയതോടെ ദശാവതാര ക്ഷേത്രങ്ങൾ ജനശ്രദ്ധയിലേക്ക്. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട്ട് എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയുമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. കച്ചിൽ നിന്നെത്തിയ സാംസ്കാരിക തനിമയുടെ കാഴ്ചകളുമായി ആഷാദി ബീച്ച് എന്ന പരിപാടി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ സമവായനത്തിനുള്ള ശ്രമങ്ങളാണ് വേണ്ടതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനമഹോത്സവ പരിപാടികളുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന വനമഹോത്സവത്തിന്റെ സമാപനവും പൂർത്തീകരിച്ച ചാലിയം നഗരവനം പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 1972 വനസംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വേണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കോളേജുകളിലെയും ഹൈസ്കൂളുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾ തമ്മിൽ മത്സരം വേണമെന്നും ഓരോ വർഷത്തെയും അവരുടെ പ്രവർത്തനം വിലയിരുത്തി ഏറ്റവും മികച്ച സ്കൂളിനും കോളേജിനും അവാർഡ് നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ശലഭോദ്യാനം, നഗർവാടിക എന്നിവയും ഗുരുവായൂരപ്പൻ കോളേജിൽ ശലഭോദ്യാനം, നക്ഷത്രവനം, നഗരവനം എന്നിവയും ഒരുക്കും. വരും വർഷങ്ങളിൽ ജില്ലയിലെ ഫറൂഖ് കോളേജ്, ചേളന്നൂർ SNG കോളേജ് എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. വന്യജീവികളുടെ പെരുപ്പവും അവർ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി വന്ന് മനുഷ്യനും കാർഷിക ഉൽപ്പന്നങ്ങളെ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കി കേരളം വന്യജീവി നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നഗരവനം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഉദ്യാനം, തടി ഡിപ്പോ ഓഫീസ്, പുതുതായി നിർമ്മിച്ച ടിക്കറ്റ് കൗണ്ടർ, പ്രവേശന കവാടം, മോഡേൺ ടിംബർ സ്റ്റോക്ക് യാർഡ്, കാവ്, ഇക്കോ സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നഗരവനം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കാനായി കുരുവിക്കൊരു കൂട് സ്ഥാപിക്കൽ, വനമിത്ര പുരസ്കാര വിതരണം, വിദ്യാവനങ്ങൾക്കുള്ള പുരസ്കാര വിതരണം എന്നിവയും വനം വകുപ്പിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ജോഷിൽ എം രചിച്ച 6 പുഴ നദി എന്ന നോവലിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ചാലിയം ഗ്രിഫി ഓഡിറ്റോറിയം, ചാലിയം ഡിപ്പോ പരിസരം എന്നിവിടങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ അഹമ്മദ് ദേവർകോവിൽ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ D ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടികളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോടഞ്ചേരിയിലെ പുലിക്കയത്ത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാഹസികമായ ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പുകളിൽ താൽപ്പര്യമുള്ള പുതിയ തലമുറ ഉണ്ടെന്നുള്ളത് ആഹ്ലാദകരമാണെന്നും സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ചിറകിലേറി മലയോര ഗ്രാമമായ കോടഞ്ചേരി ടൂറിസം രംഗത്ത് പുതിയ കുതിപ്പുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ത്യയിലെ ഏതൊരു ഓഫ് റോഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ പേർ മലയാളികളാണ്.
എന്നാൽ നമുക്ക് അതിന് പറ്റിയ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നല്ല ഓഫ് റോഡ് കോമ്പറ്റീഷനുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കൊണ്ടുവരും. അത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ നിലയിൽ ടൂറിസം മേഖലയിലും മറ്റു മേഖലയിലൊക്കെ കുതിപ്പിന് കാരണമായി മാറും. അതിനൊരു താല്പര്യമെടുക്കുന്ന വലിയൊരു നില തന്നെ പുതിയ തലമുറയുണ്ട് എന്നുള്ളത് വേറെ ആഹ്ലാദകരമാണ്. അതിനെ വികസിപ്പിക്കാനുള്ള എല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് നൽകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പരിപാടിയിൽ കഴിഞ്ഞ വർഷത്തെ മലബാർ റിവർ ഫെസ്റ്റ് മികച്ച രീതിയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കുള്ള അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. KTIL ചെയർമാൻ SK സജീഷ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, ചെമ്പകശ്ശേരിയിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ തുടങ്ങിയവരും പങ്കെടുത്തു. ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വൈറ്റ് വാട്ടർ കയാക്കിംഗ്, റാഫ്റ്റിംഗ്, റെസ്ക്യൂ എന്നിവയിലും പാക്ക് റാഫ്റ്റിംഗിലും ക്രാഷ് പരിശീലന കോഴ്സുകൾ നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയതോടെ ദശാവതാര ക്ഷേത്രങ്ങൾ ജനശ്രദ്ധയിലേക്ക്. കാക്കൂർ പെരുമീൻപുറം മത്സ്യാവതാര ക്ഷേത്രത്തിലാണ് കേന്ദ്രമന്ത്രി എത്തിയത്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെ ശൃംഖല നാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒന്നായിരുന്നു. ഏതാനും വർഷങ്ങളായി ഈ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കുകയും തീർത്ഥാടന സർക്കിട്ട് ഒരുക്കാനുമുള്ള പരിശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടെയാണ് സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത സന്ദർശനം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദശാവതാര ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഇത്രയും അടുത്തായി ക്ഷേത്രങ്ങളുള്ള ശൃംഖല കോഴിക്കോട് മാത്രമേയുള്ളൂ. 10 അവതാരങ്ങളിൽ അവസാന അവതാരമായ കൽക്കി ഒഴികെയുള്ള ബാക്കി 9 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. മണ്ണ് മൂടിപ്പോയെന്ന് കരുതുന്ന കൽക്കി ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ സഹായത്തോടെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന നാട്ടുവഴികളിലൂടെയാണ് ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ യാത്ര മനോഹര അനുഭവമാണ്. ഞങ്ങളുടെ നാടിന്റെ ചൈതന്യമാണ് ദശാവതാര ക്ഷേത്രങ്ങൾ. പ്രാദേശികത്തിനപ്പുറത്തേക്ക് ഇതിന്റെ പ്രൗഢിയും അനുഗ്രഹവും ലോകമെമ്പാടും എത്തേണ്ടതുണ്ട്. അത്തരമൊരു ഔന്നത്യത്തിലേക്ക് ദശാവതാര ക്ഷേത്രങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഉദ്യമത്തിലാണ് ഞങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ബഹുജനങ്ങളും ഒപ്പമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പുൽമേടുകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ പൊൻകുന്നുമലയുടെ താഴ്വരയിൽ വലിയൊരു ശംഖിന്റെ ചിത്രം വരച്ചാൽ അതിനുള്ളിൽ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ക്ഷേത്രങ്ങളുടെ വിന്യാസമെന്നാണ് വിശ്വാസം. രാമായണ മാസം തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം പ്രദേശത്തിന്റെ ആധ്യാത്മിക ടൂറിസം സാധ്യതകളെ കൂടിയാണ് തൊട്ടുണർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട്ട് എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയുമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരിപാടികളിൽ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും. മാസത്തിൽ ഒരു ദിവസം സഹകരണ സായാഹ്നവും സംഘടിപ്പിക്കും. കോഴിക്കോട് ലോക സാഹിത്യ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർക്കും വായനക്കാർക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം മനസ്സ് തുറന്ന് ഹൃദയാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സഹകരണ സായാഹ്നം ഒത്തുചേരലിലൂടെ സാധിക്കും. സേവ് ഗ്രീൻ ഓഫീസിൽ നടന്ന സഹകരണ സായാഹ്നം ഒത്തുചേരലിൻ്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ് അക്ഷരമധുരം എന്ന പേരിൽ ഒരുക്കിയ കേക്ക് മുറിച്ച് കവിയും ഗാനരചയിതാവുമായ PK ഗോപിക്ക് നൽകി നിർവഹിച്ചു. അതൊരു മാതൃകയായി അത്തരം പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് വളരെ അഭിമാനകരമായിട്ടാണ് ഈ കാലയളവിൽ സേവ് ഗ്രീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നോക്കിയത്. സേവ് ഗ്രീന് എപ്പോഴും എൻ്റേത് കൂടിയായ ഒരു സ്ഥാപനമായി ഞാൻ കാണാറുണ്ട്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ P. അനിൽ എഴുതിയ സ്വർണ്ണമീനും സുന്ദരി പൂമ്പാറ്റയും എന്ന ബാലസാഹിത്യകൃതി ചടങ്ങിൽ M. മെഹബൂബിന് കൈമാറി. കോഴിക്കോട് നഗരം, നമ്മൾ ജീവിക്കുന്ന നഗരം ലോകത്തിൻ്റെ സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെട്ട് കഴിഞ്ഞിരുന്ന സാക്ഷ്യം. ബഹുമാന്യനായ മേയർ അവിടെ പോയി അത് ആ സുലഭമായ സമ്മേളനത്തിൽ ദേശാഭിമാനി ബ്യൂറോ ചീഫ് PV ജിജോ, അസിസ്റ്റന്റ് ഡയറക്ടർ കേരള ഹെൽത്ത് സർവീസ് ഡോക്ടർ പ്രമോദ് P, കവി ശ്രീരമ ശ്രീജിത്ത്, ലൂമിനസ് മുരളീധരൻ, അപ്പെക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു MP, വിദ്യാനികേതൻ കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു N, റോട്ടറി കാലിക്കറ്റ് സൗത്ത് പ്രസിഡന്റ് PCK രാജൻ,
ലയൺസ് പ്രസിഡന്റ് ഗോപാലൻ AK, സേവ് ഗ്രീൻ പ്രസിഡന്റ് MP റജുൽകുമാർ, സെക്രട്ടറി രാഗി രാജൻ, ഡയറക്ടർമാരായ PP മുകുന്ദൻ, ഐസക് ഡാനിയൽ, സജിത പ്രദീപ്, TK ബിബി കുമാർ, രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കച്ചിൽ നിന്നെത്തിയ സാംസ്കാരിക തനിമയുടെ കാഴ്ചകളുമായി ആഷാദി ബീച്ച് എന്ന പരിപാടി. കടലിനെ ആരാധിക്കുന്ന ചടങ്ങാണിത്. കാലിക്കറ്റ് ലോഹന മഹാജൻ സമുദ്ര പൂജ നടത്തി. ഹിന്ദു കലണ്ടറിലെ സാവന്ത് 2081 ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 2ാം ദിവസം ആഘോഷിക്കുന്ന ആസാദി ബീജ് എന്ന ചടങ്ങാണിത്. ഈ ദിവസം കടൽ ദൈവത്തെ പ്രാർത്ഥനകൾ, പാൽ, മധുരമുള്ള ചോറ്, തേങ്ങ, അടക്ക മുതലായവ നൽകി ആരാധിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് തടി, നാളികേരം, കളിമൺ, ഓട് തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഉത്തരേന്ത്യയിലേക്ക് കപ്പൽ വഴിയാണ് അയച്ചിരുന്നത്. കടൽക്ഷോഭം, കടൽ കൊള്ളക്കാർ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സമൂഹത്തിലും കുടുംബത്തിലും ബിസിനസ്, സമാധാനം, ഐക്യം എന്നിവയുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് പൂജകൾ നടത്തുന്നത്. കഴിഞ്ഞ 81 വർഷമായി കാലിക്കറ്റ് ലോഹന മഹാജൻ ഈ വാർഷിക പരിപാടി വലിയ വിശ്വാസത്തോടെയാണ് ആഘോഷിക്കുന്നത്. സുലൈലാൽ എന്ന് വിളിക്കുന്ന കടൽ ദൈവം പ്രധാന ആരാധനാമൂർത്തിയാണ്. ലോഹന കമ്മ്യൂണിറ്റി കച്ചി പുതുവർഷമായും ആഘോഷിക്കുന്നു. ഒറീസയിൽ ഇത് രഥയാത്ര ആയിട്ടാണ് ആഘോഷിക്കുന്നത്. പൂജാരി രാജേഷ് റാവൽ പൂജകൾ നടത്തി. കാലിക്കറ്റ് ലോഹന മഹാജൻ അംഗങ്ങൾ മയൂർ മജിതിയ, രാജേഷ് സുന്ദ്രാണി, R ജയന്തകുമാർ, പ്രതീക് മനേക് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപി MTയെ സന്ദർശിച്ചു. കൊട്ടാരം റോഡിലെ MTയുടെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രിയെ MT ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിയായ ശേഷം ഔദ്യോഗികമായ ആദ്യ കോഴിക്കോട് സന്ദർശനത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപി കൊട്ടാരം റോഡിലെ MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി. സിത്താരയിൽ മുറിക്കകത്തേക്ക് സുരേഷ് ഗോപി കയറുമ്പോൾ തന്നെ ഇരു കൈകളും നീട്ടി MT സ്വീകരിച്ചു. MTയുടെ കാലിൽ തൊട്ട് സുരേഷ് ഗോപി വണങ്ങി. പിന്നീട് കയ്യിൽ കരുതിയ പൊന്നാടയണിയിച്ചു. ഒരു മരക്കസേര കൊണ്ടുവന്ന് MTക്ക് മുന്നിലിട്ട് അതിലിരുന്നാണ് സുരേഷ് ഗോപി MTയോട് സംസാരിച്ചത്. MTയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയോടും മകൾ അശ്വതിയോടും വിശേഷങ്ങൾ പങ്കുവച്ച ശേഷമാണ് സുരേഷ് ഗോപി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, വൈസ് പ്രസിഡന്റ് KV സുധീർ, ജനറൽ സെക്രട്ടറി E പ്രശാന്ത് കുമാർ തുടങ്ങിയവരും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KMCT നാഷണൽ കോളേജ് ഓഫ് ഫാർമസി NAC അംഗീകാര നിറവിൽ. ജൂലൈ 10 MP ET മുഹമ്മദ് ബഷീർ NAC അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കും. നാഷണൽ കോളേജ് ഓഫ് ഫാർമസി ഒരു NAC അക്രഡിറ്റേഷൻ കിട്ടിയ സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏജൻസിയായ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ NAC A ഗ്രേഡ് സ്വന്തമാക്കി മുക്കം KMCT മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന നാഷണൽ കോളേജ് ഓഫ് ഫാർമസി. ജൂലൈ 10 KMCT ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ MP ET മുഹമ്മദ് ബഷീർ NAC അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പണം നടത്തുമെന്ന് കോളേജ് സാരഥികൾ അറിയിച്ചു. ഫാർമസി വിദ്യാഭ്യാസ രംഗത്തെ മികവ് പരിഗണിച്ചാണ് ഇത്തരമൊരു അംഗീകാരം കോളേജിന് ലഭ്യമായതെന്നും അവർ വിശദീകരിച്ചു. ഈ മിക്ക സ്ഥാപനങ്ങളിലും നല്ല അക്കാഡമിക് സ്റ്റാൻഡേർഡ് നിലനിർത്തിപ്പോരണമെന്നുള്ള ഞങ്ങളുടെ നിഷ്കർഷ കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികളും ഫാക്കൽറ്റി മെമ്പർമാരും മറ്റുള്ള മാനേജ്മെന്റ് ജീവനക്കാരും എല്ലാം തന്നെ
ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഈ സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും നല്ല നിലവാരം കൈവരിക്കാൻ സാധിച്ചെന്നുള്ളത് സന്തോഷപ്രദമായ കാര്യമാണ്. വാർത്താ സമ്മേളനത്തിൽ KMCT ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ K. മൊയ്തു, നാഷണൽ കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സുജിത് വർമ്മ, IQAC കോർഡിനേറ്റർ അഖിൽ ഹരി, അക്രഡിറ്റേഷൻ ആൻഡ് റാങ്കിംഗ് അഡ്വൈസർ സലീം കെൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് രാരിച്ചൻ റോഡിൽ SK സുഭദ്രാമ്മ മെമ്മോറിയൽ കലാപരിശീലന കേന്ദ്രം ആരംഭിച്ചു. ADGP S. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. SK സുഭദ്രാമ്മ മെമ്മോറിയൽ കലാക്ഷേത്ര രാരിച്ചൻ റോഡിൽ പ്രവർത്തനം തുടങ്ങി. ശാസ്ത്രീയ സംഗീതം, തബല, ഗിറ്റാർ, വയലിൻ, കീബോർഡ്, കരോക്കെ പരിശീലനം, ചിത്രകല, സിനിമാറ്റിക് ഡാൻസ് എന്നിവ അഭ്യസിപ്പിക്കുന്ന കലാകേന്ദ്രമാണ് ആരംഭിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ADGP S. ശ്രീജിത്ത് IPS ഉദ്ഘാടനം നിർവഹിച്ചു. കലാകേന്ദ്രത്തിൽ പ്രശസ്ത കലാകാരന്മാർ കലാ അധ്യാപകരായി എത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്കുള്ള പുരസ്കാരങ്ങളിൽ ജില്ലാ തലത്തിൽ 3ാം സ്ഥാനം കാലിക്കറ്റ് ഗേൾസിന്. സ്കൂൾ ടീം മന്ത്രി B. ശിവൻകുട്ടിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. 2023-24 അധ്യയന വർഷത്തിലെ 8, 9, 10 ക്ലാസുകളിലെ ബാച്ചുകളുടെ പ്രവർത്തന മികവിനാണ് സ്കൂളിന് അവാർഡ് ലഭിച്ചത്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മീഡിയ കവറേജ്, സ്കൂൾ ന്യൂസ് ചാനൽ, സ്കൂൾ പത്രം, ഡിജിറ്റൽ മാഗസിൻ, AI ന്യൂസ് റീഡർ തുടങ്ങി ഒട്ടേറെ സാങ്കേതിക മേഖലകളിൽ സ്കൂളിന് മികവ് തെളിയിക്കാൻ ആയിട്ടുണ്ട്. സ്കൂളിനെ പ്രതിനിധീകരിച്ച് സ്കൂൾ ഹെഡ് മിസ്ട്രസ് MK സൈനബ, കൈറ്റ്സ് മിസ്ട്രസ്മാരായ ഹസ്ന, CK ഫെമി, ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ ഗാലിബ, ആയിഷ, മറിയം ഹസൻ, ഷെസ ലുലു അനസ്, ഷെസ ഫാത്തിമ എന്നിവരാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ S. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം എന്ന പ്രോസസ്സ്, അതാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ A+, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ പറഞ്ഞ 75%, 85% ഒക്കെ. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ
പ്രോഡക്റ്റ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ പഠനം, നിങ്ങൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നിങ്ങൾ നടത്തിയ പഠനം ഉണ്ടല്ലോ, ആ പ്രോസസ്സാണ് ഏറ്റവും പ്രധാനമെന്ന് ഓരോ കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചറിയണം. നിങ്ങൾക്ക് കിട്ടിയ A+നേക്കാൾ വലുതാണ് നിങ്ങൾ ഈ ക്ലാസ്സുകളിലൂടെ ആർജിച്ചെടുത്ത അറിവ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ കൂടുതൽ മനോഹരമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയെടുക്കുമെന്നറിയുക. ഓരോ കുഞ്ഞുങ്ങളും സമൂഹത്തിൻ്റെ സ്വന്തം സമ്പാദ്യമാണ്. കുട്ടികൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നന്നാവുക എന്നതാണ് അർത്ഥം. ബാങ്ക് പ്രസിഡന്റ് എം ആനന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ബാങ്ക് ഡയറക്ടർ രാധാകൃഷ്ണൻ ടി, സെക്രട്ടറി രാധാദേവി VK തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപ് ഹുഡിനോ മാജിക് അവതരണം നടത്തി. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ സമവായനത്തിനുള്ള ശ്രമങ്ങളാണ് വേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയതോടെ ദശാവതാര ക്ഷേത്രങ്ങൾ ജനശ്രദ്ധയിലേക്ക്. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട്ട് എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയുമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. കച്ചിൽ നിന്നെത്തിയ സാംസ്കാരിക തനിമയുടെ കാഴ്ചകളുമായി ആഷാദി ബീച്ച് എന്ന പരിപാടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.